ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ചലച്ചിത്ര നിർമ്മാതാക്കൾ ആരൊക്കെയെന്ന് നോക്കാം. 33,400 കോടിയുള്ള കലാനിധിമാരനാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ ചലച്ചിത്ര നിർമ്മാതാവ്. സൺ ഗ്രൂപ്പിന്റെ ഉടമയാണ് ഇദ്ദേഹം. സൺ പിക്ചേഴ്സുമായി ചേർന്ന് അദ്ദേഹം എന്തിരൻ, പേട്ട, ജയിലർ തുടങ്ങിയ മെഗാ ഹിറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 12,800 കോടി ആസ്തിയുള്ള റോണി സ്ക്രൂവാലയാണ് രണ്ടാമത്. UTV മോഷൻ പിക്ചേഴ്സിന്റെ സ്ഥാപകൻ കൂടിയാണ് റോണി. പിന്നീട് അത് ഡിസ്നിക്ക് $1 ബില്യൺ വിറ്റു. അദ്ദേഹത്തിന്റെ പുതിയ സംരംഭമായ RSVP മൂവീസ് ആണ് ഉറി, കേദാർനാഥ് എന്നീ സിനിമകൾ നിർമ്മിച്ചത്. 7,500 കോടിയുള്ള ആദിത്യ ചോപ്രയാണ് മൂന്നാമത്. യാഷ്രാജ് ഫിലിംസിന്റെ തലവനായ ആദിത്യ ചോപ്ര ബോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ചിലത് നിർമ്മിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നിർമ്മാണത്തിലും വിതരണത്തിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് അദ്ദേഹം. 7,400 കോടിയുള്ള അർജുനും കിഷോർ ലുല്ലയുമാണ് നാലാം സ്ഥാനത്ത്. ഈറോസ് ഇന്റർനാഷണലിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങളായ ലുല്ല സഹോദരന്മാർ ബോളിവുഡിലും മറ്റു പ്രാദേശിക ഭാഷകളിലും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. 1,700 കോടിയുള്ള കരൺ ജോഹറാണ് അഞ്ചാം സ്ഥാനത്ത്. കരൺ ജോഹറിന്റേതാണ് ധർമ്മ പ്രൊഡക്ഷൻസ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. 1,600 കോടി രൂപയുമായി ഗൗരി ഖാനാണ് ആറാം സ്ഥാനത്ത്. ഷാരൂഖ് ഖാനൊപ്പം റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിന്റെ സഹ ഉടമ കൂടിയാണ് ഗൗരി. ചെന്നൈ എക്സ്പ്രസ് എന്ന ഹിറ്റ് ചിത്രത്തിന്റെ നിർമ്മാതാവാണ് ഗൗരി. 1,500 കോടിയുള്ള ആമിർ ഖാനാണ് ഏഴാം സ്ഥാനത്ത്. ആമിർ ഖാൻ പ്രൊഡക്ഷൻസിലൂടെ താരേ സമീൻ പർ, ദംഗൽ തുടങ്ങിയ നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങൾ ആമിർ നിർമ്മിച്ചിട്ടുണ്ട്. 1,400 കോടിയുള്ള ഭൂഷൺ കുമാറാണ് എട്ടാം സ്ഥാനത്ത്. ടി സീരീസിന്റെ തലവനായ അദ്ദേഹം സംഗീത സിനിമാ മേഖലകളിലെ ശക്തി കേന്ദ്രമാണ്. 1,100 കോടിയുടെ ആസ്തിയുള്ള സാജിദ് നദിയാവാലയാണ് പിന്നീട് വരുന്നത്. കിക്ക്, ബാഗി തുടങ്ങിയ ഹിറ്റുകൾ നിർമ്മിച്ച നദിയാവാല ഗ്രാഡ്സൺ എന്റർടൈൻമെന്റിന്റെ ഉടമയാണ്. 1,030 കോടിയുള്ള എക്താ കപൂർ പരമ്പരകൾ മുതൽ സിനിമകൾ വരെ നീണ്ടു നിൽക്കുന്ന സംഭാവന നൽകിയ ആളാണ്. എക്താ കപൂറിന്റെ കീഴിലുള്ള ബാലാജി ടെലിഫിലിംസ് അവരെ TV സിനിമാ മേഖലയിൽ പ്രധാനിയാക്കി.